ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദേവാലയ ഘടനയെ സംബന്ധിച്ചാണല്ലോ ഈ പഠന പരമ്പരയിൽ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. സീറോ മലബാർ സഭയിലെ ദേവാലയ ഘടനയിലെ 3 ഭാഗങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. 1 ഹൈക്കല അഥവാ സമൂഹവേദി, 2 കെസ്ത്രോമ അഥവാ ഗായകവേദി, 3 ബേസ് സമുദ അല്ലെങ്കിൽ ബേസ് മാമോദിസ എന്നറിയപ്പെടുന്ന മാമോദിസാലയം. ബലിയർപ്പിക്കുന്ന വിശ്വാസി സമൂഹം നിൽക്കുന്ന സ്ഥലമാണ് ഹൈക്കല. ഭൂമിയുടെയും പ്രപഞ്ചം മുഴുവൻ്റെയും പ്രതീകമാണ് ഹൈക്കല. മധുബഹായ്ക്കും ഹൈക്കലയ്ക്കും ഇടയിൽ ഗായക സംഘത്തിനും ശുശ്രൂഷകൾക്കുമായി നീക്കിവച്ചിരിക്കുന്ന സ്ഥലമാണ് കെസ്ത്രോമ. സ്വർഗത്തിൻ്റെ പ്രതീകമായ മധുബഹായെയും ഭൂമിയുടെ പ്രതീകമായ ഹൈക്കലായെയും ബന്ധിപ്പിക്കുന്ന കെസ്ത്രോമ ഭൗമിക പർദീസായുടെ പ്രതീകമാണ്. ഹൈക്കലായിൽ നിന്ന് ഒരു പടി ഉയർന്നാണ് കെസ്ത്രോമ സ്ഥിതി ചെയ്യുന്നത്. മാമോദിസാലയം അഥവാ ബേസ് സമുദ മധുബഹായ്ക്കും കെസ്ത്രോമയ്ക്കും പുറത്ത് വലതുവശത്ത് സ്ഥിതി ചെയ്യുന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച മാമോദിസ തൊട്ടി ഇവിടെ സ്ഥാപിച്ചിരിക്കും. സഭാമാതാവിൻ്റെ ഗർഭപാത്രമായ മാമോദിസ തൊട്ടിയിൽ വിശ്വാസി ജനിക്കുന്നു. നമ്മുടെ കർത്താവിനോടൊപ്പം മരിച്ച് ഉത്ഥാനം ചെയ്യാനുള്ള ഇടമാണ് ഇത്. വിശുദ്ധ തൈലം, അതായത് മൂറോൻ തൈലം സൂക്ഷിക്കാനുള്ള സജ്ജീകരണവും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ച ദേവാലയ ഘടനയിലെ 3 ഭാഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഹൃദിസ്ഥമാക്കാം. 1 ഹൈക്കല അഥവാ സമൂഹവേദി, 2 കെസ്ത്രോമ അഥവാ ഗായകവേദി, 3 ബേസ് സമുദ അല്ലെങ്കിൽ ബേസ് മാമോദിസ എന്നറിയപ്പെടുന്ന മാമോദിസാലയം. നന്ദി.